എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അല്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാത്തവരും ഒന്ന് കഴിച്ചു നോക്കും. എന്താ സാധനം എന്നറിയണ്ടേ? വായോ. നല്ല 2 പാവയ്ക്ക കിട്ടിയേ. അപ്പോൾ ഇന്ന് നമുക്കേ പാവയ്ക്ക കൊണ്ടുള്ളൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് വെറൈറ്റിയൊക്കെ പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കറി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ. സൂപ്പറാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പാവയ്ക്കൊക്കെ ഒന്ന് കഴുകി നെടുകെ പൊളന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ആദ്യം അരിഞ്ഞെടുക്കാം. അതിനുശേഷം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വായോ. ഇങ്ങനെ നെടുകയുള്ള പാവയ്ക്കനെ 4ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ. ഇതുണ്ടോ ഈ കട്ടിയിൽ ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. പാവയ്ക്കൊക്കെ നല്ലപോലെ നമ്മളിതാ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണേലും കുഴപ്പമില്ല. എണ്ണ ചൂടായപ്പം ഇതാ ഒരു സവോളയാണ് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പും കൂടെ ഇടാം. സവോളയൊക്കെ ഇങ്ങനെ വാടി വരുമ്പോഴത്തേനും തക്കാളി ഇട്ട് കൊടുക്കാവേ. ഒരു തക്കാളി, ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇതാ 2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പം പൊടികൾ ചേർത്ത് കൊടുത്തേ. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് എത്ര വേണോ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം ഒന്നും ഒഴിക്കരുതേ. മൂടി വെച്ച് ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി മൂടി അങ്ങ് വെച്ചേക്കാം. ചെറു തീയിൽ അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾക്കൊരു പണിയുണ്ട്. ഇതാ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയ്ക്കകത്തോട്ട് 1/4 സ്പൂൺ പെരുംജീരകമാണ്. ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരണം. അരിഞ്ഞു പോരുത്, വെറുതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. പാവയ്ക്കൊക്കെ അതേ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ആ സമയത്ത് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് ജീരകവും കൂടെ ഉള്ളത് ഒന്ന് ഇട്ട് കൊടുത്തേ. ഒന്നും കൂടെ ഒന്ന് തേങ്ങയുമായിട്ട് ഇതൊന്ന് സെറ്റായിക്കോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. ഇതാ നല്ല പോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇച്ചിരി ഉപ്പ്, ഒരു പിഞ്ചുപ്പ് ടേസ്റ്റിന് മാത്രം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ശരിക്കും. അത് മതി. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് പാവയ്ക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ഡിഷ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ. എൻ്റെ തമിഴ്നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നൊരു ഡിഷാണ്. ഇപ്പം എല്ലാവരും ഓർക്കൂലേ, കേരളത്തിലെ കഴിച്ചിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറിയും. അതൊന്നുമല്ല. ഉണ്ടാക്കി നോക്കിയിട്ട് ആര് പറഞ്ഞു തന്നാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇത് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണത്തിനൊക്കെ എന്ന് നമ്മൾ ഒരേ സൈസ് കറികളല്ലേ ഉണ്ടാക്കുക. മാറി ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ.
ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ ഇച്ചിരി തൈരും കൂടെ ഉണ്ട്, ഇത് മാത്രം മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.